പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചീര പാകിയിരിക്കുന്നുണ്ടോ? ചീര ഇതാ 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 ഇന്ന് ബുധനാഴ്ചയല്ല, കഴിഞ്ഞ ബുധനാഴ്ച പാകിയതാണ്. മരുമകൾക്ക് നല്ല പോഷകമുള്ള ചീരയൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടേ കടയിൽ നിന്ന് വാങ്ങിക്കുന്നേക്കാളും നല്ലതല്ലേ. അതൊക്കെ എല്ലാം മുളച്ചിട്ടുണ്ട്. വേണ്ട ഇതാ എല്ലാം മുളച്ചിട്ടുണ്ട്, നല്ല കപ്പൊന്ന് മുളച്ചിട്ടുണ്ട്. ഇതിനിത്തിരി ആട്ടുംകാട്ടപ്പൊടി ഇട്ട് കൊടുക്കണം. വേണ്ട ചീര ചുവപ്പ് ചീരയാണ്. 8 ദിവസമായി. ഇത്തിരി ദിവസം അതൊക്കെ ഇട്ട് ചുവപ്പ് ചീരയാണ്. 8 ദിവസമായി. ഇത്തിരി ദിവസം അതൊക്കെ ഇട്ട് കൊടുത്താൽ ആട്ടുംകാട്ടപ്പൊടിയും ചാരം ഇട്ട് കൊടുത്താൽ വരും. പിന്നെ ഇതാണ്ട് ചാക്കിൽ കപ്പ വെച്ചത്. ഇതാ കപ്പയൊക്കെ നന്നായി വന്നിട്ടുണ്ട്. കപ്പ വന്നിട്ടുണ്ട്, ചേമ്പ് വന്നിട്ടുണ്ട്. ചേമ്പ് വന്നിട്ടുണ്ട്. പന്നി കുത്തിയിട്ടേ ഒന്നും വെക്കാൻ പറ്റണില്ല. സ്ഥലമൊക്കെ ഉണ്ട് നമുക്ക് വെക്കാൻ. പന്നി ഇങ്ങനെ കുത്തിമറിച്ചിട്ട് കപ്പയും കിട്ടണില്ല, ചേമ്പും കിട്ടണില്ല, മറ്റേ മധുരക്കിഴങ്ങ് കിട്ടില്ല. കപ്പയൊക്കെ നല്ലതാണ്, വർഷം പോട്ടി വന്നിട്ടുണ്ട്. അത് ചീര. പിന്നെ ഉള്ളത് കപ്പയ്ക്ക. കപ്പയ്ക്ക നിറയെ പൂവുണ്ട്. ഒരെണ്ണം ഉണ്ടായി, ഇന്നലെ വലിച്ചു. നിറയെ പൂ വന്നിട്ട് കപ്പയ്ക്കയ്ക്ക്. പിന്നെ എന്താണ് അവിടെ കിണറ്റിൻ്റെ മുകളിൽ പൂവ്. വയലറ്റ് മഞ്ഞ, ഇത് റോസ്. ഇത് മുല്ലച്ചെടിയാണ്. നിറയെ പൂവുണ്ടായിരുന്നു. ഇതാണ് ഞങ്ങളുടെ നോമ്പ് തുറക്കൽ. തണ്ണിമത്തൻ, പിന്നെ ഈന്തപ്പഴം, ഓറഞ്ച്, പരിപ്പ് വട, കഞ്ഞി, കഞ്ഞി, പരിപ്പ് വട. പിന്നെ മാവുണ്ട്. മാവ് അരച്ച് വെച്ചിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും ഞങ്ങൾക്ക് വേണ്ട. എനിക്ക് വേണ്ടത് ഈ പരിപ്പ് വടയും ഈ കഞ്ഞിയും. ഇത് മതി. ഇതൊന്നും ഞാൻ മുറിക്കണേ ഇല്ലതാ. മുറിച്ച് വെറുതെ ഒരാൾക്ക് വേണ്ടി വേസ്റ്റാക്കി കളയേണ്ട വേണ്ടതാ. ഓറഞ്ച് മുറിച്ചിട്ടില്ല, ഇത് മുറിച്ചിട്ടില്ല. ഈന്തപ്പഴം മാത്രം ഓരോന്ന് പൊട്ടിച്ചെടുക്കും. അത് അവിടുത്തെ അമ്മായി കൊടുത്ത് തന്നാണ്. അത് മാത്രം ഓരോന്ന് പൊട്ടിച്ചെടുക്കും. പിന്നെ ഈ ഒരു കഞ്ഞിയും കൊണ്ട് തന്നെ എൻ്റെ നോമ്പ് തുറ. കഞ്ഞിയും വടയും. മാവൊക്കെ ഉണ്ട്. ആട്ടി വെച്ചിട്ട് 2-3 പാത്രത്തിൽ മാവുണ്ട്. എന്നിട്ട് ഈ കഞ്ഞിയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഇത്തിരി നമുക്ക് സാധാ ചോറുണ്ട്. ഇതാണ് ഞങ്ങളുടെ നോമ്പ് തുറക്കൽ. അതാണ് ഒന്നും തൊലിക്കാണ്ട് വെച്ചിരിക്കുന്നത്. വെറുതെ കഴിക്കില്ല. വെറുതെ തൊലിച്ച് കേട് വരച്ചിട്ട് കളയണ്ട വേണ്ടേ. വേണ്ട. തണ്ണിമത്തൻ വാങ്ങിയിട്ട് വന്ന ഒരാഴ്ചയായി.